നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നന്ദിവലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. 2 മാസത്തിനിടെ 3-ാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. തിടപ്പള്ളിയിലെ ഓട് പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് ഉരുളിയും വിളക്കുകളും കവർന്നു. വ്യാഴാഴ്ച പുലർച്ചെ നട തുറക്കാൻ ക്ഷേത്രം ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ ശ്രമ വിവരം അറിയുന്നത്. ദേവസ്വം ഓഫീസർ PK അഭിലാഷ് ബരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ നവംബർ 6-നും 29-നും ഇവിടെ മോഷണം നടന്നിരുന്നു. അന്ന് ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് സമീപത്തെയും നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് സമീപത്തെയും ഭണ്ഡാരങ്ങളിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഭണ്ഡാരത്തിന്റെ പുറത്തെ താഴ് പൊളിച്ചുമാറ്റിയ ശേഷം മോഷ്ടാക്കൾ തന്നെ അവരുടെ കരുതിയ താഴുകൊണ്ട് ഭണ്ഡാരം പൂട്ടിവെക്കുകയായിരുന്നു. തുടർച്ചയായി മോഷണ ശല്യം ഉണ്ടായതോടെ ക്ഷേത്രം ഭാരവാഹികൾ വ്യാഴാഴ്ച CCTV വെക്കാൻ ഇരിക്കുന്നതിനിടെയാണ് വീണ്ടും മോഷണം ഉണ്ടായിരിക്കുന്നത്. അമ്പല്ലൂരിൽ ദേശീയപാതയോരത്തെ പൊളിച്ചിട്ട കോൺക്രീറ്റ് സ്ലാബ് ദേഹത്ത് വീണ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി 54 വയസ്സുള്ള ഹസിം ഷെയ്ഖിനാണ് പരിക്കേറ്റത്. അമ്പൽ റീജൻസിക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ 9:30-നായിരുന്നു സംഭവം. ദേശീയപാതയോരത്തെ പൊളിച്ചിട്ട കാനുകളിൽ നിന്ന് സ്ലാബ് പൊട്ടിച്ച് കമ്പിയെടുക്കുന്നതിനിടെ അട്ടിയിട്ടിരുന്ന സ്ലാബ് ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 111 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ജനുവരി 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വന്നു. എന്നാൽ 14 കിലോ ഗാർഹിക LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ കുത്തനെയുള്ള വിലവർധന വിലക്കയറ്റത്തിന് കാരണമാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ചു കാലമായി സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വില 2025 ഏപ്രിൽ മുതൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ആർപ്പുവിളികളുടെയും ആഘോഷങ്ങളുടെയും പുതുവർഷത്തെ വരവേറ്റ് നാടും നഗരവും. ലോകത്തുടനീളമുള്ള ജനങ്ങളെല്ലാം സംഗീത നൃത്ത പരിപാടികളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് 2026-നെ വരവേറ്റത്. വലിയ ആഘോഷങ്ങളാണ് നാടെങ്ങും അരങ്ങേറിയത്. ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന കിരിബാത്തി ദ്വീപിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. വൻ ആഘോഷ പരിപാടികളോടെയാണ് കിരിബാത്തി ദ്വീപ് 2026-നെ വരവേറ്റത്. ഇന്ത്യയിലും വിവിധയിടങ്ങളിലായി വർണ്ണാഭമായ ആഘോഷമാണ് പുതുവർഷത്തെ വരവേറ്റ് അരങ്ങേറിയത്. രാത്രികൾ ആഘോഷമാക്കി ജനങ്ങൾ ന്യൂ ഇയർ കാർണിവലുകളിലേക്ക് എത്തി. ബുധനാഴ്ച വൈകുന്നേരത്തോടെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. പോയ വർഷത്തെ തിന്മകളെ അകറ്റി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ പ്രതീകമായി ഉത്സവാന്തരീക്ഷമാണ് ഒരുങ്ങിയിരുന്നത്. മൈതാനികളിലെ DJയും കരിമരുന്ന് പ്രയോഗവും പാപ്പാഞ്ഞിയെ കത്തിക്കൽ ചടങ്ങുകളും വഴിയോരങ്ങളിലെ അലങ്കാര വിളക്കുകളും നക്ഷത്രങ്ങളും ആഘോഷങ്ങളെ കൂടുതൽ വർണ്ണാഭമാക്കി. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പ്രായവ്യത്യാസമില്ലാതെയായിരുന്നു ആഘോഷങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം. പുതുവത്സരാഘോഷ പരിപാടികളിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,380 രൂപ, പവന് 99,040 രൂപ.
പറപ്പൂക്കര പള്ളത്ത് കരുവാൻ വീട്ടിൽ പരേതനായ കുട്ടൻ ഭാര്യ ജാനകി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2-ന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടക്കും. പ്രസന്ന, സുധൻ, അജിതൻ, പരേതരായ ലളിത, പ്രഭാവതി എന്നിവർ മക്കളും കുട്ടൻ, ഇന്ദിര, അജിത എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.